നമസ്കാരം, എന്റെ പേര് എവിൻ ജേക്കബ്. SB കോളേജിലെ BCA തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ്. സോഷ്യൽ അവയർനെസ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഷാസിന്റെ നേതൃത്വത്തിൽ നമ്മൾ മേരി ചേച്ചിനെ കാണാൻ വന്നിരിക്കുകയാണ്. മേരി ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ഞാനും കുട്ടികളും കൂടാണ് ഇവിടെ താമസിക്കുന്നത്. ഞാനൊരു ചെറിയ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അതെനിക്ക് ചാർസിൽ നിന്നാണ് എനിക്ക് അത് ചെയ്യാനായിട്ടൊക്കെയുള്ള ഇത് തന്നിരിക്കുന്നത്, പൈസയൊക്കെ തരുന്നത്. ഞാൻ തയ്ക്കുന്നു. അതിനൊപ്പം തന്നെ ഞാൻ പഠിക്കുന്ന കൂടെ ഉണ്ട്. +2 പഠിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ആയുർവേദ നഴ്സിംഗും പഠിക്കുന്നുണ്ട്. അതിന്റെ എക്സാമാണ് ജൂണില്. +2 ജൂലൈയിൽ നന്നായിട്ട് പോകുന്നു. ദൈവത്തിന്റെ രൂപമുണ്ട്. ചേച്ചി, ചാസ് സഹായം ലഭിക്കുന്നതിന് മുമ്പ് ചേച്ചി പുതിയൊരു സംരംഭം അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്താൻ ശ്രമിച്ചായിരുന്നോ? ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനൊരു സംരംഭമായിട്ടല്ലായിരുന്നു. ഞാൻ ആദ്യം വഴക്കിൽ ഓഫീസിലായിരുന്നു ജോലി ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് വന്ന സമയത്ത് അതില്ല, എല്ലാം ഓൺലൈനായി. ആ സമയത്ത് ഞാനൊരു കടയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 5 വർഷം അവിടെ ജോലി ചെയ്തു. ആ കൂടെയാണ് നമ്മൾ ചാസിന് സഹായം ലഭിച്ചത്. ഞാൻ സ്വന്തമായിട്ടൊരു തയ്യൽ. ചേച്ചി, ഈ ബുദ്ധിമുട്ടുകളെ ചേച്ചിയുടെ മാനസികാരോഗ്യത്തിലും ആത്മവിശ്വാസത്തിലും എന്ത് വിധത്തിലാണ് ബാധിച്ചിരിക്കുന്നത്? അത് ബാധിച്ചിട്ടുണ്ട്. എങ്കിലും പ്രാർത്ഥനയിൽ കൂടി തമ്പുരാനോട് കൂടുതൽ അടുത്ത് നിൽക്കാനായിട്ട്, ഒരുപാട് മനസ്സിലാക്കാനും, ദൈവത്തെ ഒരുപാട് മനസ്സിലാക്കാനും, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഇത് സഹായിച്ചു. ചേച്ചി, ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിനെ കുറിച്ച് ചേച്ചി എങ്ങനെ അറിഞ്ഞത്? നേരത്തെ അറിയാം. നമുക്ക് പള്ളിയിലെ പ്രവർത്തിക്കുന്ന സംഘടനകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അതിന് നമ്മൾ സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇല്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് കുടിനാട്ട് വന്നതിന് ഞാൻ മടുക്കുമോട്ടിലേക്ക് എന്റെ വീട്ടിലേക്ക് പോകേണ്ട സാഹചര്യം. എന്റെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമായിരുന്നു. ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു സഹായമുണ്ട്, സേവ ഫാമിലി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ സഹായിക്കുന്നുള്ളത് നമ്മുടെ കുടിനാട്ട് പോകുന്ന പള്ളിയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് എന്നതിലെ പള്ളിയിലെ ഒരു തോമാച്ചായ എന്ന് പറയുന്ന ഒരു അങ്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എന്റെ പേര് പറഞ്ഞതും ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ചേച്ചി, ചാസ് ഓർഗനൈസേഷൻ ചേച്ചിക്ക് ഏത് തരത്തിലുള്ള സഹായമാണ് നൽകിയത്? എനിക്കൊരു ജോലി തുടങ്ങാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചു. അത് കൂടാതെ തന്നെ നമുക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മെന്റലി നല്ലൊരു സപ്പോർട്ടായിരുന്നു. ചേച്ചി, ഈ സഹായം ലഭിക്കാൻ വേണ്ടി ചേച്ചി എന്തൊക്കെ പ്രക്രിയയിലൂടെയാണ് കടന്നുപോയത്? മീറ്റിംഗ് ഉണ്ട്. മീറ്റിങ്ങിന് പള്ളിയിൽ മീറ്റിംഗ് ഉണ്ടാവും. ചാസിന്റെ ഓഫീസിൽ നിന്ന് സിസ്റ്റർ വന്നിട്ട് മീറ്റിംഗ് ഉണ്ട്. അത് നിവ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടികളുണ്ട്. അവരാണ് മീറ്റിങ്ങിന് വരുന്നത്. അത് വന്ന് നമുക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരും. നമുക്ക് പൈസ തരുമ്പോൾ നമ്മൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്, അത് നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ അത് ഇപ്പം ഞാൻ തയ്യലിന്റെ യൂണിറ്റ്, അപ്പൊ എനിക്ക് തയ്ക്കാനായിട്ടാണ് ഞാൻ കൂടുതലും തയ്ക്കുന്നത്. അതിനുള്ള തുണി എടുക്കുക. അപ്പൊ അതിന്റെ ബില്ല് കൃത്യമായിട്ട് GST ബിൽ തന്നെ നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ചേച്ചി, ചാസ് സഹായിച്ചതിന് ശേഷം ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്? ഇപ്പൊ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടം ഉണ്ടായി. എനിക്ക് സ്വന്തമായിട്ടൊരു ഒരു ബിസിനസ് തുടങ്ങാൻ സാധിച്ചു. പിന്നെ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി. സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചു. പഠിക്കുന്നു. ചേച്ചി, ഇപ്പോഴും ബുദ്ധിമുട്ടുകളിൽ കഴിയുന്ന ആളുകളോട് ചേച്ചിക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? ശരിക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് ഓരോ സാഹചര്യങ്ങൾ തരും. പക്ഷെ നമ്മൾ അതിനകത്ത് തോറ്റു പോവാതെ ദൈവത്തോട് ചേർന്ന് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇതായിട്ട് നമ്മൾ പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാകും. ടീമിനോട് ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് നന്ദി എന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് സഹായം ചെയ്തു. മെന്റലി ആണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ഒരുപാട് സഹായം ചെയ്ത ഒരുപാട് പേരുണ്ട്. ചാസ് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി എത്തിയിരുന്നു. ഞാൻ ഒരു ജോലിക്കായിട്ട് പോവുക, രാവിലെ പോയി വൈകിട്ട് വരിക. പക്ഷെ എനിക്കിപ്പം വീട്ടിൽ ഇരുന്ന് തന്നെ ജോലി ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ചാസിൽ നിന്നാണ്. പക്ഷെ തുടക്കത്തിൽ ഇങ്ങനെ പൈസ തന്നിട്ട് അതിന് ബില്ലൊക്കെ കൊടുക്കണമെന്ന് പറയുമ്പോൾ അതൊരു ഉൾക്കൊള്ളാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്ക് അന്നേരം സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമുക്ക് ലാർവിഷായിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ പൈസ പക്ഷെ അപ്പൊ അവര് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു നമ്മള് ഇങ്ങനെ ബില്ല് കൊടുക്കണമെന്ന്. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കതൊരു ജോലിയായത്. ഇനിയിപ്പോ എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ആരുടെ സഹായം കിട്ടാത്ത സാഹചര്യത്തിലും ജീവിക്കാനായിട്ട് ഒരു ജോലി ആക്കി തന്നത് ചാസിന്റെ ഈ ഒരു ഇതാണ്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരോടും താങ്ക്സ്. ഓക്കെ, അപ്പൊ ചേച്ചി ഇത്ര നേരം നമ്മളോട് സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി.